ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഡിസ്കളറേഷന്, പാച്ചസ് അല്ലെങ്കിൽ ഡോട്ട്സ് എന്നൊക്കെ പറയുന്ന വെള്ളപ്പാടുകളിലോ അല്ലെങ്കിൽ നോർമൽ സ്കിൻ കളറിനേക്കാളും കുറച്ച് ഡാർക്കായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ലേറ്റിനായിട്ടോ ഉള്ള ഒരു ഡിസ്കളറേഷൻ മിക്ക കുഞ്ഞുങ്ങളിലും ഇത് കാണാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഡിസ്കളറേഷൻ കാണുമ്പോൾ എന്താണെന്ന് പറയാറുള്ളത് കാൽഷ്യക്കുറവ്. കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ പറയും, അയ്യോ കുഞ്ഞിനെന്താ കാൽഷ്യക്കുറവുണ്ടോ, എന്തൊന്നും ഫുഡൊന്നും കഴിക്കാൻ കൊടുക്കാറില്ലേ, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. കുഞ്ഞുങ്ങളിൽ കാണുന്ന ഈ പാച്ചസിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നോർമൽ ഒരു കാൽഷ്യക്കുറവ് മാത്രമല്ല ഈ പാച്ചസ് വരുത്തുന്നത്. കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസി, വൈറ്റമിൻ എ, വൈറ്റമിൻ സിയുടെ ഒക്കെ ഡെഫിഷ്യൻസി കാരണം, അല്ലെങ്കിൽ ഈ കാൽഷ്യക്കുറവ്, അല്ലെങ്കിൽ ചില മെറ്റാബോളിക് ഡിസോർഡേഴ്സ്, അതായത് തൈറോയ്ഡ് ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഒക്കെ ഈ ഒരു പാച്ചസിന് കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ നല്ല വെള്ളപ്പാടായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിനും ഇത് കാരണമായേക്കും. അതുപോലെ തന്നെ ചില ഇൻഫെക്ഷൻസ്, അലർജികൾ, ഇതുകൊണ്ടെല്ലാം ഇത്തരത്തിലുള്ള വൈറ്റ് പാച്ചസ് കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞിന് എന്തുകൊണ്ട് ഇങ്ങനെ പാച്ചസ് വന്നു എന്നറിയണമെങ്കിൽ നമ്മൾ നല്ലൊരു ഡോക്ടറെ കാണിക്കുക തന്നെ വേണം. അല്ലാതെ മുഖത്തോ ശരീരത്തിൽ എവിടെയെങ്കിലും ഇതുപോലുള്ള ഡിസ്കളറേഷൻസ് കാണുമ്പോൾ സ്വയം നമ്മൾ ചികിത്സിക്കാൻ നോക്കും, കാൽഷ്യക്കുറവാണ്. പൊതുവേ നമ്മളെ കുഞ്ഞ് ചിലപ്പോൾ കുറച്ച് കഴിക്കുന്ന കുഞ്ഞും ആവാം. അപ്പം നമ്മൾ ഉറപ്പിച്ചു, ഇത് കാൽഷ്യക്കുറവാണ്, ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കും. പക്ഷെ അങ്ങനെയല്ല, എന്ത് കാരണം കൊണ്ടാണ് ഇത് വരുന്നത് എന്ന് നമ്മളൊരു ഡോക്ടറെ കാണിച്ചിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഇത് വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ കാൽഷ്യക്കുറവ് കൊണ്ടോ ഒക്കെ ആണെങ്കിൽ ഒരുപാട് രീതിയിൽ നമുക്ക് ഭക്ഷണത്തിൽ തന്നെ ക്രമീകരിക്കാൻ പറ്റും. അതേപോലെ ചില സപ്ലിമെൻറ്റ്സ് കൊടുക്കാനും പറ്റും. പക്ഷെ വേറെ വല്ല മെറ്റാബോളിക് ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ വേറെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ ഏത് തരത്തിലുള്ള പാച്ചസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു ഡോക്ടറെ കാണിച്ച് തീരുമാനിക്കുക തന്നെ വേണം. അല്ലാതെ എല്ലാ പാച്ചസ് കാണുമ്പോഴും എല്ലാ ഡിസ്കളറേഷൻ കാണുമ്പോഴും ഇതൊക്കെ കാൽഷ്യക്കുറവ് കൊണ്ടാണ്, വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും നിൽക്കരുത്. കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഇതുപോലെ ഡോട്ട്സ് ഒന്നും കാണുകയാണെങ്കിൽ വെറുതെ ഒന്ന് ഡോക്ടറെ കാണിക്കുക. ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കൂടാതെ ഇൻഫെക്ഷൻസോ അലർജി കൊണ്ടൊക്കെയാണ് ഇത് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ നല്ല ചൊറിച്ചിൽ കൂടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് നമ്മൾ എന്ത് തരം അലർജിയാണ് അല്ലെങ്കിൽ എന്ത് തരം പാച്ചസ് ആണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെ വെളുത്ത പാടുകളോ ഡിസ്കളറേഷനോ ഒക്കെ കാണുമ്പോൾ പോയിട്ട് ആരും ചോദിക്കാൻ നിൽക്കണ്ട, കാൽഷ്യക്കുറവാണോ, കുഞ്ഞിന് ഫുഡൊന്നും കൊടുക്കണില്ലേ എന്നുള്ള ചോദ്യമൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഫുഡ് കൊടുക്കാതെയൊന്നും ഒരമ്മമാരും കുഞ്ഞുങ്ങളെ വളർത്താറില്ല. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും.